താൽക്കാലിക VC നിയമനത്തോടെ ഉലഞ്ഞ സർക്കാർ ഗവർണർ ബന്ധം വിഭജന ഭീതി ദിനാചരണ ആഹ്വാനത്തോടെ വീണ്ടും വഷളാവുകയാണ്. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ സർക്കുലർ തെറ്റെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ചാൻസലറുടെ കിങ്കരന്മാരായ ഇത്തരം പരിപാടി നടത്താൻ ശ്രമിച്ചാൽ ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ളവർ മാറി നിൽക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഏത് ക്യാമ്പസിൽ പരിപാടി നടത്താൻ ശ്രമിച്ചാലും തടയുമെന്ന് SFI വ്യക്തമാക്കി. ചാൻസലർ എന്ന നിലയിൽ ഒരു നിയമസഭ നൽകിയ അധികാരമാണ് ഗവർണർക്കുള്ളത്. ഗവർണർ എന്ന ഭരണഘടനാ പദവിയല്ല സർവകലാശാല ചാൻസലർക്കുള്ളത്. ചാൻസലർ ദൈനംദിന കാര്യങ്ങൾക്കകത്ത് ഇടപെടുക രീതിയും സർവകലാശാലകളിലില്ല. ഇപ്പോൾ വിഭജനത്തിന്റെ ഭീതി ദിനം ആചരിക്കണം എന്ന ഒരു പെട്ടെന്നൊരു വെളിപാടോടുകൂടി ചാൻസലർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ്. സർവകലാശാല പ്രവർത്തിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. സംസ്ഥാനത്തിന്റെ അധികാര പരിധിക്കകത്ത് വരുന്നതാണ്. കേന്ദ്ര സർവകലാശാലയല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ പദവി ദുരുപയോഗപ്പെടുത്തുന്നത് തെറ്റായ കാര്യമാണ്. വിഭജന ഭീകരത എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായ സ്പർദ്ധയും വൈരാഗ്യവും വിദ്വേഷാത്മകമായ അന്തരീക്ഷവും വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ചാൻസലറുടെ കിങ്കരന്മാരായിട്ട് നിയോഗിതരായിരിക്കുന്ന താക്കോൽ സ്ഥാനങ്ങളിലുള്ള ചിലർ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ ആഹ്വാനങ്ങൾ ചെയ്തേക്കാം. നമ്മുടെ ഭരണഘടനയിൽ അന്തർലീനമായിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ അത്തരം പരിപാടികളിൽ നിന്ന് മാറി നിൽക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആ പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും ഞങ്ങൾ തടയും. ആ പരിപാടി നടത്താൻ അനുവദിക്കില്ല. ഇനി ഗവർണർ ഇറങ്ങി വന്ന് നടത്താം എന്നാണ് കരുതുന്നതെങ്കിൽ ഏത് ക്യാമ്പസിലും വന്നോളൂ, ഞങ്ങൾ തടയും. അതാണ് SFI തീരുമാനം. വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം അതിനിടെ കേരള സർവകലാശാല മയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോളേജുകൾക്ക് പുതിയ സർക്കുലർ നൽകിയിരിക്കുകയാണ്. തുടർ തീരുമാനം ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്വീകരിച്ചാൽ മതിയെന്നാണ് പുതിയ സർക്കുലറിൽ പറയുന്നത്. അതിനിടെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജിയും നൽകിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, VC നിയമനം, പിന്നീട് ഭാരതാംബ വിവാദം, ഏറ്റവും ഒടുവിൽ ഈ വിഭജന ഭീതി ദിനം, അതായത് മയപ്പെടുന്നു എന്ന് തോന്നിയ സർക്കാർ ഗവർണർ ബന്ധം, അത് അങ്ങനെയല്ല, കൂടുതൽ കടുക്കുകയാണ് ആ പോര് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കൂടുതൽ കടുക്കുകയാണ് സർക്കാർ ഗവർണർ പോര്. അതും സർവകലാശാലയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഇടപെടൽ തന്നെയാണ് സർക്കാരിനെ ഒരു പക്ഷത്ത് പൂർണ്ണമായി എതിർത്ത് നിൽക്കാനുള്ള ഒരു കാരണവുമായിരിക്കുന്നത്. നേരത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിൽ സർക്കാരിൻ്റെ വാദം കേൾക്കാതെ വീണ്ടും സിസ തോമസിനും ശിവപ്രസാദിനും നിയമനം നൽകിയപ്പോൾ തന്നെ സർക്കാർ അതിൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. അതിനുശേഷം അനുനയ നീക്കമെല്ലാം നടന്നു. പക്ഷേ അനുനയ നീക്കം ഒന്നും ഒരിടത്തും എത്തിയില്ല. ഇന്ന് രാജ്ഭവനെതിരെ ഇന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസമാണ് എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാർക്കും രാജ്ഭവനിൽ നിന്ന് ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് എല്ലാ സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിലും ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്നുള്ള സർക്കുലർ ഇറക്കിയത്. എന്തായാലും ആ സർക്കുലർ ഏറ്റെടുത്ത വൈസ് ചാൻസലർമാർ ഇന്ന് വിവിധ കോളേജുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സർക്കുലർ അയച്ചു. അതായത് ഈ ഓഗസ്റ്റ് 14 ഇന്ത്യ പാക് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ഡ്രാമകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെമിനാറുകളോ സംഘടിപ്പിക്കണം. അതെന്താണ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘടിപ്പിച്ച ശേഷമോ അതിന് മുൻപോ സർവകലാശാലയെ അറിയിക്കുകയും വേണം. കാരണം ചാൻസലർക്ക് റിപ്പോർട്ട് നൽകാനുള്ളത് എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു ഈ സർക്കുലർ. അത് കേരള സർവകലാശാലയും ഈ സർക്കുലർ ഇറക്കി. സർക്കുലർ കേരള സർവകലാശാല ഏകദേശം 11 മണിയോട് കൂടിയാണ് ഈ സർക്കുലർ പുറത്തിറക്കുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റികളിൽ കീഴിലുള്ള എല്ലാ അഫിലിയേറ്റഡ് കോളേജുകൾക്കും ഈ സർക്കുലർ നൽകുകയും ചെയ്തു. സർക്കുലറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് കോളേജ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഡയറക്ടർ കൂടിയായ ഡോക്ടർ വി ബിജു ആണ്. പക്ഷേ വി ബിജു ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആളാണ്. അദ്ദേഹം എന്തായാലും ഉച്ചയ്ക്ക് ശേഷം 4 മണിയോടുകൂടി ഈ സർക്കുലർ മയപ്പെടുത്തി പുതിയൊരു സർക്കുലർ കൂടി ഇറക്കിയിരിക്കുന്നു. അതുപ്രകാരം ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നയം വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി തന്നെ നിലപാട്, സർക്കാരിൻ്റെ പോളിസി എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ദിനം ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് നടപ്പാക്കിയാൽ മതി എന്നാണ് പുതിയ സർക്കുലറിൽ പറയുന്നത്. പ്രജിൻ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.